കുറച്ച് ദിവസം ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് യൂഷ്വലി ചെയ്യുന്ന വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നത് തന്നെ. പക്ഷെ എന്നാലും നമ്മുടെ ചാനൽ ആക്റ്റീവ് തന്നെയാണ്. നമ്മൾ ഒത്തിരി രീതിയിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആഴ്ച നമുക്ക് കുറേയധികം കിഡിലൻ ന്യൂസുകൾ, അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഹോളിവുഡിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. യെസ്, ഫൈനലി ബ്ലേഡിനെ കുറിച്ചൊരു തീരുമാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡെഡ്പൂൾ 3-ക്കകത്ത് വേറെ ഏതൊക്കെ കമിയോസ് വരും, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ന്യൂസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ അതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ പുറത്ത് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടക്ക് 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 സൗണ്ട് എന്തായാലും വീഡിയോയിലുണ്ടാവും. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചീവീടും ഉണ്ട്. നമുക്ക് മാക്സിമം സൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം, ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം തന്നെ. സോ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്, ബോയ്സിൻ്റെ ഫൈനലി സീസൺ 4 നമുക്ക് ആമസോൺ പ്രൈമിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോയുടെ ക്രിയേറ്റർ ആയിട്ടുള്ള എറിക് ക്രിപ്കി നമുക്ക് വേറൊരു വലിയൊരു അപ്ഡേറ്റും കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫൈനലിലേക്കാണ് മക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ എൻഡ് ഗെയിം ആയിരിക്കും അടുത്ത സീസൺ എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈനലി ഹോംലാൻഡർ വിൽ ഗോ ആൻഡ് കിൽ എവരിബഡി. എല്ലാവരെയും കൊല്ലുന്ന ഹോംലാൻഡർ. അതായത് ഇത്രയും നാളും പുള്ളിക്കാരൻ പിടിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ ഫെയിം, എൻ്റെ ആ ഒരു ഇതെല്ലാം പോകില്ല, ഇതെല്ലാം തകരുമല്ലോ, എൻ്റെ ഒരു ഇമേജ് നാട്ടുകാരുടെ മുമ്പിലുള്ള അതെല്ലാം തകരുമല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഹോംലാൻഡറിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതെല്ലാം നമുക്ക് സീസൺ 5 വലിയൊരു ബ്ലാസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് എറിക് ക്രിപ്കി തന്നെയായിരുന്നു ഇതിനു മുമ്പ് സൂപ്പർ നാച്ചുറലും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ അത് ഇപ്പോൾ തീരും എന്ന് പറഞ്ഞിട്ട് 12-13 സീസൺ വരെ ആ ഒരു സീരീസ് പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ടുള്ളത് തന്നെയാണ്. സോ എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് കൺഫേം ആണ്, സീസൺ 5 ബോയ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. നമുക്ക് സീസൺ പ്രീമിയർ ആയിട്ട് 3 എപ്പിസോഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എപ്പിസോഡ്സ് എല്ലാം വീക്ക്ലി നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഹൗസ് ഓഫ് ഡ്രാഗൺസിൻ്റെയും ഫസ്റ്റ് പ്രീമിയർ എപ്പിസോഡ് സീസൺ 2 നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് തന്നെ. സോ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, ബോയ്സിൻ്റെ ആണെങ്കിലും ഹൗസ് ഓഫ് ഡ്രാഗൺസിൻ്റെ ആണെങ്കിലും നമ്മൾ ഇൻഡിവിജ്വൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യണോ വേണ്ടിയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതോ ഇതെല്ലാം എല്ലാ എപ്പിസോഡും ഇറങ്ങി കഴിഞ്ഞിട്ടൊരു ഫൈനൽ റിവ്യൂ ബോയ്സിൻ്റെ സീസൺ 4-ൻ്റെയും അതുകൂടാതെ തന്നെ ഹൗസ് ഓഫ് ഡ്രാഗൺസിൻ്റെ സീസൺ 2-ൻ്റെയും മതിയോ, അതോ ഓരോ എപ്പിസോഡ് വൈസ് വേണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഇനി നമ്മൾ നേരെ MCUവിൽ നിന്ന് നമുക്ക് ഇനി വരാൻ പോകുന്ന സിനിമകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് തോറിൻ്റെ 5ാം ഭാഗവും അതുകൂടാതെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ 3ാം ഭാഗവും. മാർവൽ ഇത് നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതായത് പറഞ്ഞാൽ 2025 എൻഡോടെ കൂടി നമുക്ക് എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊരു തീരുമാനം ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മാർവലിൻ്റെ സോഴ്സസ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലവ് ആൻഡ് തണ്ടർ ഒരു വൺ കിഡിലൻ സിനിമ തന്നെയായിരുന്നു. അതിൻ്റെ എൻഡിങ്ങിനകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീനകത്ത് അവർ നമ്മളെ ഹെർക്കുലിസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു 5ാം ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും ഹെർക്യുലീസിനെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇതിനകത്തുള്ളൊരു മേജർ വില്ലനായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഏറീസ് ആയിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഏറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യെസ്, നമ്മൾ ഏറീസിനെ വണ്ടർ വുമണിനകത്ത് DCയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള ഏറീസ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇതൊക്കെയാണ് നമുക്ക് ചെറിയ അപ്ഡേറ്റ്സ് ഈ പറഞ്ഞ തോർ 5-നെ കുറിച്ചും അതുകൂടാതെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ 3ാം ഭാഗത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാർവൽ നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുഷ് ചെയ്യുവാണെങ്കിൽ മിക്കവാറും സീക്രട്ട് വാർസ് ഇനിയും ലാഗ് അടിച്ച് പോകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഗെയിമിംഗ് ന്യൂസിലേക്ക് നമുക്ക് നോക്കാം. ഈയിടയ്ക്ക് യൂബിസോഫ്റ്റിൻ്റെ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ ഫസ്റ്റ് ലുക്ക് ടീസറിനകത്ത് നമ്മളെ ആക്ച്വലി അസാസിൻ ക്രീഡിൻ്റെ പുതിയ ഗെയിം ആയിട്ടുള്ള ഷാഡോസ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫൈനലി അസാസിൻ ക്രീഡ് ഫ്യൂഡൽ ജപ്പാനിലേക്ക് പോവുകയാണ്. അതായത് നമുക്ക് ഒരു ക്യാരക്ടർ സാമുറൈ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം, മറ്റൊരു ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ അസാസിൻ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് സത്യം പറഞ്ഞാൽ അവർ നല്ല ലേറ്റ് ആയിട്ടാണ് ഈ ഒരു പാർട്ടിയിലേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോസ്റ്റ് ഓഫ് ടുഷിമ എന്ന് പറഞ്ഞൊരു ഗെയിം ഉള്ള സമയത്ത് യൂബിസോഫ്റ്റ് ഇങ്ങനെ ഒരു ഗെയിം ഇറക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവരാനുണ്ട്. ഷാഡോസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ പഴയ അസാസിൻ ക്രീഡിൻ്റെ ലെവലിലേക്ക് എത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അസാസിൻ ക്രീഡ് പോലെ തന്നെ അവരുടെ മറ്റൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു പ്രിൻസ് ഓഫ് പേർഷ്യ. ആൻഡ് പ്രിൻസ് ഓഫ് പേർഷ്യയുടെ സാൻസ് ഓഫ് ടൈമിൻ്റെയും ഒരു റീമേക്ക് നമുക്ക് എന്താണ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് സാക്ക് സ്നൈഡറിൻ്റെ റെബൽ മൂണിനെ കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 2-ാം തീയതിയോടെ
നമുക്കതിൻ്റെ ഒരു ഡയറക്ടർ കട്ട് നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ എത്ര പേര് റെബൽ മൂൺ സിനിമ പോയി കണ്ടായിരുന്നു എന്തിലെയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിന് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യം എന്നുള്ള കാര്യം തന്നെ ഞാനും പലപ്പോഴും ആലോചിച്ചു പോയിട്ടുള്ളത് തന്നെയാണ്. കാരണം അത് തന്നെയാണ് നമുക്ക് സാക്ക് ഈ റെബൽ മൂൺ ഫ്രാഞ്ചൈസി കൂടി നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെ. സോ ഇനി നമ്മൾ ഡി സിയിലേക്ക് നോക്കിയാൽ ഡി സിയുടെ എൽസ്വേൾഡ്സ് സ്റ്റോറി ലൈനകത്താണ് നമുക്ക് മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാനെയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് നമുക്ക് പെൻഗ്വിൻ്റെ സീരീസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രെയിലർ എല്ലാം നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ആൻഡ് സെപ്റ്റംബറിലായിരിക്കും ഈ ഒരു സീരീസ് നമുക്ക് എന്താണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് ഇത് ഹെവിലി ആ ഒരു മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ വേൾഡിൽ തന്നെ സംഭവിക്കുന്ന ഒരു സീരീസ് ആണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ ക്രീച്ചർ കമാൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡി സിയുടെ ആ ഒരു ഷോയും കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഡിസംബറിലേക്ക് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ നമ്മളെ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി ഇൻഫോർമേഷൻ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇനി നെറ്റ്ഫ്ലിക്സിൻ്റെ റെബൽ മൂൺ മാറ്റി വെച്ച് ഇനി നെറ്റ്ഫ്ലിക്സിനകത്ത് നമുക്ക് വേറെ എന്തൊക്കെ കാര്യം കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസ് തന്നെയാണ് നൺ അതർ ദാൻ സ്ക്വിഡ് ഗെയിം. ആൻഡ് സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2ഉം സീസൺ 3യുടെയും ഷൂട്ടിങ് ഒരുമിച്ച് തീർത്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സീസൺ 2 നമുക്ക് ഈ വർഷം നമുക്കൊരു കറക്റ്റ് ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷം നമുക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും. ഈ വർഷം നമുക്ക് കിട്ടുവാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് എന്താണെങ്കിൽ സീസൺ 3യും അതിൻ്റെ കൂടെ തന്നെ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മണി ഹൈസ്റ്റൊക്കെ അവർ റിലീസ് ചെയ്ത പോലെ തന്നെ പാർട്ട് 1 പാർട്ട് 2 ഇങ്ങനെയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകണം. അല്ലാതെ ആരും പ്രതീക്ഷിക്കേണ്ട എല്ലാ എപ്പിസോഡും നമുക്ക് ഒറ്റ സമയത്ത് തന്നെ ലഭിക്കും എന്നുള്ളൊരു കാര്യം. സോ ഇനി നിങ്ങൾ ഓരോരുത്തരും മൂൺ നൈറ്റ് സീരീസിൻ്റെ ഫാൻസ് ആണെങ്കിൽ അതിൻ്റെ സീസൺ 2 അവർ ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അവർ വലിയ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എപ്പിസോഡ് ആയിരിക്കില്ല, 6 എപ്പിസോഡിനേക്കാളും കൂടുതൽ ഉണ്ടാവും ഈ ഒരു സീസണിനകത്തുള്ള എപ്പിസോഡുകളുടെ എണ്ണം എന്നുള്ള സംഭവം തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ ജെയ്ക്ക് ലോക്ലിയുടെ ക്യാരക്ടറിനെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അവർ ഇത്തവണ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകണമെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണോ മൂൺ നൈറ്റിൻ്റെ സീസൺ 2 എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ മാർഷൽ അലിയുടെ ബ്ലേഡിൻ്റെ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. കാരണം പല വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർഷൽ അലി അവിടെ ഇരുന്ന് ബ്ലേഡിൻ്റെ ഓരോ സ്ക്രിപ്റ്റ് വരുന്നു, പുള്ളിക്കാരൻ കീറിക്കളയുന്നു, പിന്നെ റൈറ്റേഴ്സ് പോയി വേറെ പല സ്ക്രിപ്റ്റ് എഴുതുന്നു. അതുകൂടാതെ തന്നെ മാർവൽ കുറേ പുതിയ ഡയറക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മാർഷൽ അലി വീണ്ടും അവരെയൊക്കെ റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയധികം ഡിലേ ഉള്ളൊരു സിനിമ നമുക്ക് ഈ ഒരു മാർവലിന് അല്ലെങ്കിൽ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ചുരുക്കമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഫിഡി ആൽവറസിനെ വെച്ചിട്ട് അവർ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫിഡി ആൽവറസ് തന്നെയായിരുന്നു ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഏലിയൻ്റെ പുതിയ സിനിമയും അതുകൂടാതെ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഈവിൾ ഡെഡ് സിനിമകളെല്ലാം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ഹൊറർ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. പക്ഷേ ഇതും നമുക്കിപ്പോൾ കൺഫേം ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു സിനിമ ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരാൾ സ്ക്രിപ്റ്റ് എഴുതും, അത് കീറിക്കളയും, മറ്റാൾ ഡയറക്റ്റ് ചെയ്യാൻ വരും, അയാളെ വേണ്ടെന്ന് വെക്കും. ഇതിൻ്റെ ഫ്യൂച്ചർ എന്താ എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പോൾ നമുക്ക് ആർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി എത്ര നാളെ അവർ ഇന്ന് വരും നാളെ വരും ബ്ലേഡ് എന്ന് പറഞ്ഞതെന്നല്ലാതെ മാർഷൽ അലിയുടെക്ക് വേറെ പല പ്രൊജക്റ്റ് പുള്ളിക്കാരന് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പുറകെ നടന്നിട്ട് അവസാനം എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ മാർഷൽ അലി തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും അതുകൂടാതെ എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ് കാറ്റഗറി ആയിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം. എടുത്ത് പറയേണ്ടത് തന്നെയാണ്, നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈലർ സ്വിഫ്റ്റിൻ്റെ കോൺട്രവേഴ്സി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഭയങ്കര രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം പുള്ളിക്കാരി ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാവും ഇല്ല എന്നുള്ള പല കാര്യങ്ങൾ തന്നെ. കാരണം ചിലവർ പറയുന്നു പുള്ളിക്കാരി ഉണ്ടാവും, ചിലവർ പറയുന്നു ഉണ്ടാവില്ല, ലേഡി ഡെഡ്പൂൾ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. ടൈലർ സ്വിഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈയിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിനകത്ത് തന്നെ പുള്ളിക്കാരിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ജസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഒബ്വിയസ്ലി ആൾക്കാർ അത് വന്നിട്ട് എന്താ പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമയ്ക്കകത്തുണ്ട് എന്ന് ആരും അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ. സോ അത് തന്നെയാണ് പുള്ളിക്കാരിയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള റെസ്പോൺസ് തന്നെ. പക്ഷേ ഇവിടെ മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടോം ഹിഡിൽസിൻ്റെ ഭാഗത്തും തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലോക്കിയുടെ ആ ഒരു സീരീസിന് ശേഷം പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം വടിച്ചിങ്ങനെ പറ്റുകൊണ്ടിരിക്കുന്നു, അല്ലാതെ വേറെ പുള്ളിക്കാരനെ നമുക്ക് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നമുക്ക് ചെറിയൊരു ചാൻസ് ഉണ്ട് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയ്ക്കകത്ത് ലോക്കിയുടെ ക്യാരക്ടറിനെയും അതുകൂടാതെ തന്നെ മോർബിയസിൻ്റെ ക്യാരക്ടറിനെയും മോർബിയസിൻ്റെ ക്യാരക്ടർ മോർബിയസ് വന്നതിന് ഈ പടം തന്നെ തുലഞ്ഞു പോകും.
കാരണം അത് മോർബിംഗ് ടൈം ആണല്ലോ. മോബിയസിൻ്റെ ക്യാരക്ടറിനെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിയുമെന്നാണ് നമുക്ക് ചെറിയൊരു റൂമേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ടൈലർ സ്വിഫ്റ്റ് വന്നില്ലെങ്കിൽ ലോക്കിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലേക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം കുറേ നാളായിട്ട് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൻ്റെ വില്ലൻ കാങ് ദ കോൺക്കറർ ആയിരിക്കുമോ, അതോ ഇതൊന്നും അല്ലാതെ മെഫിസ്റ്റോ ആയിരിക്കുമോ? പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ടീസ് എല്ലാം വെച്ച് നമ്മൾ ഓരോ ആൾക്കാരും കൂടി അസ്യൂം ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഡോക്ടർ ഡൂം ആയിരിക്കും ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള സംഭവം തന്നെ. ആൻഡ് നമുക്ക് മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാർവൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡൂം എന്ന് പറയുന്ന വലിയൊരു മാർവൽ ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ക്യാരക്ടറിന് ജസ്റ്റിസ് കൊടുക്കണം. ആ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ആർക്ക് അവർക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ നല്ലൊരു ഒറിജിൻ സ്റ്റോറിയും കൂടി കാണിച്ചുകൊണ്ടേ അവർ മാർവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മാർവലിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൊരു കാര്യം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അവരിത് എവിടെ കൊണ്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് സാധ്യത? എന്താണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അവരെന്താണെങ്കിൽ ഒഫീഷ്യലി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഡൂമിൻ്റെ ക്യാരക്ടറിനെ മാർവലിലേക്ക് അവർ കൊണ്ടുവരും. ലൈവ് ആക്ഷനിലേക്ക് അവർ നമ്മളെ കാണിച്ചു തരുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒറിജിൻസ് ക്യാരക്ടർ ആർക്ക് ഇതെല്ലാം കൊടുത്തായിരിക്കും അവർ കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റ് ലൈക്ക് അവരെങ്ങനെയാണോ താനോസിനെ കൊണ്ടുവന്നത് അതേപോലെ തന്നെ കൊണ്ടുവരുമെന്നാണ് അവർ ഈ പറഞ്ഞു വരുന്നത്, വേറൊന്നുമല്ല. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലെ ന്യൂസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാവലിങ്ങും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് മാത്രമാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊരു ന്യൂസിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? എന്താണ് നിങ്ങൾ ഇതിനകത്ത് കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ പറഞ്ഞ സീരീസുകളെല്ലാം നിങ്ങൾ കാണാൻ സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കറിയാം ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.